ശിരൂരിൽ ദുരന്തത്തിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ 9ാം ദിവസവും തുടരുമ്പോൾ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പ്രയോജനപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത്. ബൂം എക്സ്കവേറ്റർ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ പുരോഗമിക്കുമ്പോൾ ആ തെരച്ചിൽ നടക്കുന്ന ഇടത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു ഇന്നും തുടരുകയാണ്. ബൈജു, ഈ സംഘം, അതായത് ഈ അപകട സ്ഥലത്ത് ആദ്യം എത്തിയത് നമ്മുടെ വാർത്താ സംഘമായിരുന്നു. അന്നു മുതൽ ഇന്നു വരെ ബൈജു ഇടവേളകളില്ലാതെ അവിടെ നിന്ന് വാർത്ത നൽകുകയാണ്. ദൗർഭാഗ്യവശാൽ നമുക്ക് അർജുനെ കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചില്ല. ആ പ്രതീക്ഷയൊക്കെ ഏതാണ്ട് അസ്തമിക്കുന്നുണ്ട്. പക്ഷേ ചേതനയറ്റ അർജുനെയെങ്കിലും ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ബൈജു, ഈ തെരച്ചിൽ ആരംഭിച്ചപ്പോൾ ഉള്ളതിൽ നിന്ന് വലിയ മാറ്റമാണല്ലോ 9ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ. എന്തൊക്കെ സംവിധാനങ്ങൾ ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ബൈജു? തീർച്ചയായും അഭിലാഷ്, അത്തരത്തിൽ വലിയ തോതിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇവിടെ എത്തുന്നു, അത്യാധുനിക സംവിധാനങ്ങൾ എത്തുന്നു. ഇപ്പോൾ ബൂം എക്സ്കവേറ്റർ അതിപ്പോൾ എത്തിയിരിക്കുന്നത്. ആ ബൂമിന്റെ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം. ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ഈ ബൂം സംഭവ സ്ഥലത്തേക്ക് തിരിക്കും. അല്പസമയം മുമ്പാണ് നമ്മളിപ്പോൾ മാധ്യമപ്രവർത്തകർ നിൽക്കുന്ന സ്ഥലത്ത് ഇത് എത്തിയത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ ബൂം മിഷൻ അവിടെ എത്തിച്ച് മണ്ണ് എടുക്കാനുള്ള നടപടികളായിരിക്കും ഊർജിതപ്പെടുത്തുക. എന്നാലും നാവികസേനയും അതുപോലെ തന്നെ കരസേനയും ഒക്കെ വലിയ തോതിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബൂം മിഷൻ നമുക്ക് കാണാം 3 കിലോമീറ്റർ അകലെ, ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും 3 കിലോമീറ്റർ അകലെയാണ് ഈ ബൂം മിഷൻ ഇപ്പോൾ ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ഇത് ആ പ്രദേശത്തേക്ക് പോകും. പിന്നീട് ആദ്യം ഈ ചായക്കട, ലക്ഷ്മണന്റെ ചായക്കട ഉണ്ടായിരുന്നു, ആ ചായക്കടയുടെ പിറകിലും അതുപോലെ തന്നെ 2 കരകളിലുമായി 10 മീറ്റർ ചുറ്റളവിലും ആണ് ആദ്യം ഈ മണ്ണ് നീക്കം ചെയ്യുക. അവിടെയാണ് ഒരു സംശയം, ഈ ലോറി പതിഞ്ഞിട്ടുണ്ടാകുമ്പം ലോറി പെട്ടിട്ടുണ്ടാകുമെന്ന സംശയമുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തായിരിക്കും ആദ്യം. അതായത് ബൈജു, ഞാൻ ഇടപെട്ട് ചോദിക്കുന്നത് പ്രേക്ഷകർക്ക് കുറച്ചുകൂടി വ്യക്തത കൈവരുന്നതിന് വേണ്ടിയാണ്. അതായത് ഈ ലോറി കരഭൂമിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് സൈന്യം വിലയിരുത്തിയിരുന്നു. അപ്പോഴും ഈ ചായക്കട ഉണ്ടായിരുന്ന പ്രദേശത്ത് ഒരു പക്ഷേ ലോറിയുടെ അവശിഷ്ടങ്ങളോ ലോറിയോ ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ എത്തിച്ചിട്ടുള്ള ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് കരഭൂമിയിൽ, കരപ്രദേശത്ത് തന്നെയാണല്ലേ തെരച്ചിൽ ആദ്യം നടത്താൻ പോകുന്നത്? തീർച്ചയായും ഈ കരഭാഗത്തുള്ള എല്ലാ മണ്ണും നീക്കിക്കഴിഞ്ഞു. ഇനി പുഴയിൽ മാത്രമായിരിക്കും ഇത്തരത്തിൽ തിരച്ചിലുണ്ടാവുക. അതിന് നാവികസേനയും ഒപ്പം കരസേനയും പോലീസും ഫയർഫോഴ്സും നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പുഴ കേന്ദ്രീകരിച്ചാണ്. അതിന് അത്യാധുനിക സംവിധാനങ്ങൾ വേണം. നേരത്തെ കരയിൽ നിന്നും മണ്ണ് നീക്കാൻ ഉപയോഗിച്ച JCB ഒന്നും കൊണ്ട് ഇത്തരത്തിലുള്ള മണ്ണ് നീക്കി ഇത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള യന്ത്ര സംവിധാനങ്ങൾ ഇവിടെ എത്തിക്കുന്നത്. ഒപ്പം ഈ സ്ഥലം കണ്ടെത്താനുള്ള കൃത്യമായി ലോറി ഈ മണ്ണിനടിയിലുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ഉപകരണങ്ങൾ, അത്തരത്തിൽ നിരവധി ഉപകരണങ്ങളാണ് ഇന്നെത്തിയത്. ഏതായാലും 2 ദിവസമായി വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള യന്ത്രങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഇവിടെ എത്തുന്നുണ്ട്. അതുകൂടാതെ വിദഗ്ധ സംഘം, നേരത്തെയൊക്കെ ഈ നേവിയിലും മിലിറ്ററിയിലും ഒക്കെ ഉണ്ടായിരുന്ന ആ സംഘങ്ങൾ, അവരും ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അവരുടെ ഉപദേശങ്ങളും സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ആ ബൂം മിഷന് എത്രത്തോളം പ്രാധാന്യമാണ് നൽകുന്നതെന്ന്. ഈ തെരച്ചിലിൽ നിർണായകമാകുന്ന ഒരു യന്ത്രമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഈ യന്ത്രം കൂടി എത്തുന്നതോടെ വളരെ പെട്ടെന്ന് തന്നെ ആ ചായക്കടയുടെയും സമീപ പ്രദേശങ്ങളിലെ എല്ലാ മണ്ണും നീക്കാൻ കഴിയും. പുഷ്പങ്ങളൊക്കെ ആ ബൂം മിഷന് ഇപ്പോൾ നാട്ടുകാരാണ് അത്തരത്തിലൊക്കെ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. ഈ വാഹനം ഇവിടെ കടന്നു വരാൻ വഴിനീളെ ലോറി ഡ്രൈവേഴ്സ് യൂണിയനും അതുപോലെ തന്നെ നാട്ടുകാരുമൊക്കെ വഴിയൊരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത്രമേൽ ഈ യന്ത്രത്തിന് ഒരു പ്രാധാന്യം നൽകുന്നുണ്ട്. കാരണം അർജുനിലേക്ക് എത്താൻ ഈ യന്ത്രത്തിന് സാധിക്കുമോ? ഏതാനും മണിക്കൂറുകൾക്കും അതിന് ഉത്തരം ലഭിക്കും. അത്തരത്തിൽ പുഴയിൽ നിന്നും മണ്ണ് നീക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു യന്ത്രമാണിത്. ഈ യന്ത്രമാണ് എത്തിക്കുന്നതോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ ആ മണ്ണ്, അവിടെ അടിഞ്ഞുകൊണ്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കും. അതാണ് ഇപ്പോൾ ഈ നേവിയുടെ ഭാഗത്തു നിന്നും കൂടുതൽ ഉണ്ടാവുന്ന ഈ പ്രതീക്ഷയും അതുതന്നെയാണ്. ഏതായാലും ഇന്ന് തന്നെ അർജുനെയും അതുപോലെ തന്നെ ലോറിയും നേരത്തെ കാണാതായ 2 പേരെയും കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ വാഹനത്തിന് ഇവിടെ അത്തരത്തിൽ വലിയ തോതിൽ സ്വീകരണമൊക്കെ നൽകുന്നു. അതിന് പുഷ്പങ്ങളൊക്കെ അടിച്ച് അത്തരത്തിൽ ഇവിടുത്തെ നാട്ടുകാരോ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ ഈ പ്രദേശത്ത് കടത്തിവിടുമെന്നാണ് കർവാർ MLA സതീഷ് പറഞ്ഞത്. നമ്മൾ ഈ സംഭവ സ്ഥലത്തേക്ക് തന്നെ അല്പസമയത്തിനകം എത്തും. അഭിലാഷ്, തീർച്ചയായും ബൂം എക്സ്കവേറ്റർ കൂടി എത്തിക്കുന്നതോടുകൂടി കൂടുതൽ വേഗത്തിൽ തെരച്ചിൽ നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ
ആധുനിക സംവിധാനങ്ങൾ ഈ പ്രദേശത്തേക്ക് എത്തിച്ചതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആണ്. അതായത് ബൈജു, ഈ നേരത്തെ ഉണ്ടായിരുന്ന ആക്ഷേപം തന്നെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ട് മണ്ണ് നീക്കം ചെയ്യുക എന്നത് വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു പ്രൊസീജിയർ അല്ല, കൂടുതൽ സമയമെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴും കർണാടക സർക്കാർ കോടതിയിലടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കൂറ്റൻ യന്ത്രങ്ങൾ ഒന്നും ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കാവുന്ന ഒരു സാഹചര്യമല്ല, മലയിടിച്ചിൽ തുടരുവാനുള്ള സാധ്യതയുണ്ടായിരുന്നു, വെള്ളത്തിൽ കുതിർന്ന അവസ്ഥയിലാണ് ആ മലയുള്ളത്, അതുകൊണ്ട് വലിയ യന്ത്രഭാഗങ്ങൾ ഒക്കെ എത്തിച്ചാൽ ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഒരു പക്ഷേ ഒരു രക്ഷാദൗത്യത്തിന് വേണ്ടിയാണ് എത്തിക്കുന്നത് എങ്കിൽ പോലും വലിയ പ്രാർത്ഥനയോടുകൂടിയാണ് ഈ വാഹനത്തെ അവിടേക്ക് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. വിശ്വാസികളായിട്ടുള്ളവരും അവിശ്വാസികളായിട്ടുള്ളവരും ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. അതിൽ വിശ്വാസികൾ വലിയ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ഈ വാഹനത്തിൽ അല്ലെങ്കിൽ ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടെങ്കിലും ഈ തരത്തിൽ കാണാതായിട്ടുള്ള അർജുനെ, അദ്ദേഹത്തിന്റെ വാഹനത്തെ ബൈജു ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവരുടെ ആചാരങ്ങളൊക്കെ അനുസരിച്ച് അവരുടെ പ്രതീക്ഷകൾ ആണ്, അവരുടെ പ്രാർത്ഥനകളാണ് ആ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനോട് വിയോജിപ്പൊക്കെയുള്ള ആളുകൾ ഉണ്ടാകാം. പുതിയ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യ ഇത്രയൊക്കെ പുരോഗമിക്കുമ്പോൾ പോലും ഇതൊക്കെ എന്തിനു പങ്കുവെക്കുന്നു എന്ന് പ്രതികരിക്കുന്ന പ്രേക്ഷകരും ഉണ്ടാകാം. പക്ഷേ അവർ എത്രത്തോളം പ്രതീക്ഷയോടെയാണ്, പ്രാർത്ഥനയോടെയാണ് ഈ വാഹനം എത്തുമ്പോൾ രക്ഷാദൗത്യത്തെ, തെരച്ചിലിനെ കാണുന്നത് എന്നതുകൂടിയാണല്ലോ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അഭിലാഷ്, ഈ വാഹനത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള സ്വീകരണം. ഒപ്പം ഇത്തരത്തിൽ ഈ നിരവധി ആളുകൾ, വൈകാരികമായ രംഗമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് വരുന്ന വഴിയിലെല്ലാം ഇത്തരത്തിൽ ഈ വാഹനത്തിന് വഴിയൊരുക്കി കൊടുക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ഈ വാഹനത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. MLA ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. നമുക്ക് തത്സമയം തന്നെ MLAയുടെ വാക്കുകൾ കേൾക്കാം. അഭിലാഷ്, കാർവാർ MLA സതീഷ് സെല്ലാണ് ഇത്തരത്തിൽ ഈ വാഹനത്തെ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ചെറിയ ചടങ്ങൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ ഭാഗമായി വലിയ പ്രതീക്ഷയാണ്. ഈ വാഹനം എത്തുന്നതോടുകൂടി അർജുനിലേക്ക് എത്താൻ സാധിക്കും, ലോറി കണ്ടെത്താൻ സാധിക്കും, മണൽ നീക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കും. ഏതായാലും നേരത്തെ കരയിലുണ്ടായിരുന്ന ആ ഒരു രീതിയിലുള്ള തെരച്ചിൽ ഇനി അസാധ്യമാണ്. പുഴയിൽ വലിയ തോതിൽ അടിയൊഴുക്കുണ്ട്. വളരെ ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ് ഇനി നടക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യന്ത്രം എത്തിച്ച് വളരെ ദൂരത്തു നിന്ന് തന്നെ കരയിൽ നിന്നും മണൽ മാറ്റാൻ സാധിക്കും. ഏതായാലും ആ രീതിയിലുള്ള ഒരു നിരവധി ആളുകൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന്റെ ദൗത്യത്തിന്റെ ഭാഗമാകുന്ന നിരവധി ആളുകൾ ആ വാഹനത്തിന് സമീപം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഊണുമുറക്കവും ഒന്നുമില്ലാതെ അവർ ദിവസങ്ങളായി അർജുന് വേണ്ടിയുള്ള തെരച്ചിലിൽ ആണ്. ഇന്ന് 9ാം ദിവസം ആണ് തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ബൂം എക്സ്കവേറ്റർ ഉൾപ്പെടെ ഷിരൂരിൽ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ആണ് ഇനി നടക്കാൻ പോകുന്നത്. അവിടെ വിശ്വാസികൾ ആയിട്ടുള്ള ആളുകൾ ആ എക്സ്കവേറ്ററിനെ സ്വീകരിക്കുകയും ആരതി ഒഴിയുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഒരുപക്ഷെ ഈ സംവിധാനത്തിന് എങ്കിലും അർജുനിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസവും പ്രതീക്ഷയും ഒക്കെയാണ് അവർക്കുള്ളത്. ആ പ്രാർത്ഥനയോടുകൂടിയാണ് ഈ വാഹനത്തെ അവർ ഈ അപകട സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ഒരു അപകട സ്ഥലത്ത് നിന്ന് കാണുന്ന ദൃശ്യങ്ങളാണിത്. ഒരു ജനത ഒന്നടങ്കം പ്രതീക്ഷയർപ്പിക്കുന്നതിന്റെ ദൃശ്യമാണ് കാണാൻ സാധിക്കുന്നത്. സ്ഥലം MLA ഉൾപ്പെടെ പ്രദേശത്ത് തമ്പടിച്ചുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിനും മറ്റുമൊക്കെ ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറി കണ്ടെത്താനാകുമോ, അർജുനെ കണ്ടെത്താനാകുമോ, അതോടൊപ്പം തന്നെ കാണാതായിട്ടുള്ള 2-3 പേർ, ഇതിപ്പോൾ ഈ വാഹനം നിയന്ത്രിക്കുന്നവർ എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ഉൾപ്പെടെ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവരെ ഈ ജനത ഇപ്പോൾ അവിടേക്ക് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. അവരിലാണ് ഇനി പ്രതീക്ഷയർപ്പിക്കുന്നത് എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അങ്ങനെ ഒരു രക്ഷാദൗത്യം ആണ് നടക്കാൻ പോകുന്നത്. ആ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായുള്ള മറ്റൊരു സാങ്കേതിക സംവിധാനങ്ങൾ കൂടുതൽ ഉള്ള വാഹനം ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു. ഷിരൂരിലെ രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. പുഴയിൽ അടക്കമുള്ള മണ്ണ് നീക്കം ചെയ്യാൻ ഈ വാഹനത്തിന്, ഈ യന്ത്രത്തിന് സാധിക്കും എന്നുള്ളതാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്, പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിലും അർജുൻ്റെ സാഹചര്യം എന്തായിരുന്നു, ഏതവസ്ഥയിലായിരുന്നു എന്നൊക്കെ അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷ പുലർത്തുക തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാൻ സാധിക്കുന്നു. അവിടെ വിശ്വാസികൾ ആയിട്ടുള്ള ആളുകൾ വാഹനത്തെ സ്വീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ്. ബൈജു, ഇനിയിപ്പോൾ വാഹനമുടൻ തന്നെ ഇതാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ വാഹനത്തെ നിയന്ത്രിക്കുന്നവർ എന്നാണ്. അവരുടെ പ്രതികരണങ്ങൾ, MLA-യുടെ പ്രതികരണം അടക്കമാണ്. We'll get some success. How helpful is this one? I told you, it will go to the water body, and from the water body it will scratch up to 60 feet, and I'm thinking that we will get some positive this thing. First, where you want to excavate this one?